PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിനെതിരെ കടുത്ത നിലപാടുമായി CPI തീരുമാനമെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കം കടുത്ത തീരുമാനങ്ങൾക്ക് സാധ്യത. ഉദ്യോഗസ്ഥരാണ് ഒപ്പിട്ടതെന്ന വിചിത്ര ന്യായവുമായി LDF. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇത് മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം. ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനത്തിൽ RJDക്കും അതൃപ്തി. സെന്റ് റീത്ത സ്കൂളിൽ തുടർന്ന് പഠിക്കാനില്ലെന്ന് വിലക്ക് നേരിട്ട പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ. കുട്ടിയുടെ അവകാശത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കണമെന്നും പിതാവ്. പ്രശ്നം വഷളാക്കാനാണ് ശ്രമമെന്ന് സ്കൂൾ മാനേജ്മെന്റ്. തുടർ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി. ആന്ധ്രാപ്രദേശിലെ കർണൂരിൽ ബസിന് തീപിടിച്ച് വൻ ദുരന്തം. 20 പേർ മരിച്ചു. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ ബസ്സിൽ ഉണ്ടായിരുന്നത് 40 യാത്രക്കാർ. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി. ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം ലാലിന് നൽകിയ നടപടി റദ്ദാക്കി. വനംവകുപ്പിന്റെ നടപടി നിയമപരമല്ല. പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി. ചേർത്തലയിലെ ഐഷ കൊലക്കേസിലെ കേസ് ഡയറിയുടെ പകർപ്പ് പുറത്തുവിട്ട് ന്യൂസ് 18. ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം. കൊലപാതകം സ്വർണവും പണവും തിരികെ ചോദിച്ചതിലെ പ്രതികാരം. വീട്ടുവളപ്പിൽ നിന്ന് കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലം കാത്ത് അന്വേഷണ സംഘം. NDA ക്യാമ്പിനെ ആവേശത്തിലാക്കി നരേന്ദ്രമോദി ബീഹാറിൽ. സമസ്തിപൂർ ജില്ലയിലെ കർപ്പൂരിൽ പടുകൂറ്റൻ റാലി. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA ഉജ്ജ്വല ജയം നേടുമെന്ന് മോദി. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യവുമായി മഹാസഖ്യം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1000 പോയിന്റ് കടന്ന് തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. കണ്ണൂരിനെ മറികടന്ന് തൃശൂർ രണ്ടാമത്. 4x400 മീറ്റർ റിലേ ഫൈനൽ രാത്രി 7:30. ഹിജാബ് വിവാദത്തിൽ സെന്റ് റീത്ത സ്കൂളിൽ പഠനത്തിലാണ് സ്കൂൾ മാനേജ്മെന്റ് അതിൽ അടിയന്തര സ്റ്റേ വേണമെന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം തന്നെ അന്ന്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ അടിയന്തര സ്റ്റേ നൽകാനാകില്ല, അത് സർക്കാരിന്റെ ഭാഗം കൂടി ഇക്കാര്യത്തിൽ കേൾക്കണമെന്ന് തന്നെയായിരുന്നു. അതേസമയം നേരത്തെ തന്നെ ഈ കുട്ടിയെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വിടില്ല, അതല്ലെങ്കിൽ സ്കൂളിൻ്റെ യൂണിഫോമിറ്റി എന്താണെന്ന് വെച്ചാൽ അത് കീപ്പപ്പ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് അച്ഛനും പിതാവും വന്നിരുന്നു. പക്ഷേ പിന്നീട് സർക്കാരിൻ്റെ ഈ നടപടികൾ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഈ കേസിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വീണ്ടും പിതാവ് നിലപാട് മാറ്റുന്നതും. എന്നാൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ, അതിനുശേഷം സ്കൂൾ മാറ്റുന്ന കാര്യത്തിൽ, അതായത് സ്കൂളിൽ പിന്നീട് തൻ്റെ കുട്ടിക്ക് മാനസിക സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് സ്കൂളിലേക്കില്ല, ഹിജാബ് ധരിച്ചായാലും അല്ലാതെയായാലും സ്കൂളിലേക്കില്ല എന്നൊരു നിലപാടിലേക്ക് പിതാവ് പിന്നീട് എത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് DD ഇത്തരത്തിലൊരു ഉത്തരവ് സ്കൂളിന് നൽകുന്നതും ഒക്കെ. അതിനുശേഷമാണ് ഈ ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയുന്നു എന്നുള്ള കാര്യത്തിൽ തീരുമാനമാക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങളെത്താൻ തീരുമാനമെടുക്കാം. TC വാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ള കാര്യത്തിലൊക്കെ പിതാവ് പിന്നീട് നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതും അങ്ങനെയാണ്. എന്തായാലും ഈ കേസിന്റെ തുടർ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ചും ഭരണഘടന അനുശാസിക്കുന്ന സാഹോദര്യം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും ഈ അവസരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ശരി, ആദ്യമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് കോടതി നടപടികൾ ഇങ്ങനെയായിരുന്നു. സ്കൂളിൽ തുടരാനില്ലെന്ന് കുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ ഹൈക്കോടതി തീരുമാനം എടുക്കണമെന്ന് കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു. പ്രശ്നം വഷളാക്കാനാണ് കുട്ടിയുടെ പിതാവിന്റെ ശ്രമമെന്നായിരുന്നു ലത്തീൻ കത്തോലിക്ക മാനേജ്മെന്റിന്റെ, സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട്. ലത്തീൻ കത്തോലിക്ക മാനേജ്മെന്റിനോട് എതിർപ്പില്ല എന്ന് കുട്ടിയുടെ പിതാവ് അറിയിച്ചു. രാജ്യത്ത് നിരവധി സ്കൂളുകൾ മാനേജ്മെന്റ് നടത്തുന്നുമുണ്ട്. പക്ഷേ
ഈ സ്കൂളിൽ മാത്രമാണ് ഇങ്ങനെയൊരു പ്രശ്നമെന്നാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. കുട്ടിയുടെ അവകാശത്തിൽ ഇടപെടണം, ഒരു ഉത്തരവ് വേണമെന്നാണ് കുട്ടിയുടെ അഭിഭാഷകൻ, പിതാവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ കോടതി ഇങ്ങനെയൊരു ഉത്തരവിലേക്ക് പോയില്ല. താനും ലത്തീൻ കത്തോലിക്ക മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിച്ചതെന്നും ജഡ്ജി വാദത്തിനിടെ പറയുകയുണ്ടായി. സഭയല്ല പ്രശ്നമെന്ന് കുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ അറിയിച്ചു. കൂടുതൽ നടപടികൾ ഉണ്ടാവുകയില്ല എന്ന് സർക്കാരും അറിയിച്ചു. ഇതോടെയാണ് ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു. വിഷയം രമ്യമായി പരിഹരിച്ചു. പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ ഹർജിയിൽ നടപടികൾ അവസാനിപ്പിക്കുകയാണ് എന്നും കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതോടുകൂടി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം അവസാനിക്കുകയാണെന്നാണ് ഇന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. PM ശ്രീയെ ചൊല്ലി CPM CPI കൊമ്പ് കോർക്കലിനിടെ CPIയുടെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി ധാരണയിലെത്തിയത്. PM ശ്രീയിൽ ഒപ്പിട്ടതിനെതിരായ പ്രതിഷേധം എങ്ങനെയെന്ന് CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിക്കും. CPIയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും പാർട്ടി നിലപാട് ഉടൻ പ്രഖ്യാപിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞിരുന്നു. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലേക്ക്. മുന്നണി മര്യാദയുടെ ലംഘനമാണ് നിലപാട് ഉറച്ചിരിക്കുകയാണ്. വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു. ഒരു മുന്നണി, അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകാനുള്ള വഴി ഇതല്ല. ആ വഴി അപ്പോൾ എന്താണ് നമുക്ക് മുന്നിലുള്ള പോംവഴി എന്ന CPIക്ക് മുന്നിലുള്ള പോംവഴി? കൂട്ടായി അന്വേഷിക്കാൻ നമുക്ക് പോംവഴികളൊക്കെ ഉണ്ടാക്കും. അല്ല, ഈ തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? മുന്നണി പോകേണ്ട വഴി ഇതല്ല. ഈ തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? അതെല്ലാം കമ്മിറ്റി കൊടുത്തുണ്ട്. 12 മണിക്ക് അതിനുശേഷം കാണാം. ഇടതുമുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെയും CPMന്റെ തീരുമാനപ്രകാരവും സർക്കാർ കരാറിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് CPI രാജ്യസഭാ കക്ഷി നേതാവ് P. സന്തോഷ് കുമാർ MP പറഞ്ഞു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. NEP അതുപോലെ PMCയെ CPI ന്യായമായ കാരണങ്ങളാൽ ശക്തിയുക്ത എതിർക്കുന്നു. അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നിലപാട് തന്നെയാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നടന്നിരിക്കുന്ന ഈ കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന ഒരു ശ്രദ്ധേയമായ വാചകമാണ്. അതിനപ്പുറവും ഇപ്പുറവും ഇപ്പൊ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കുവാൻ കേന്ദ്രവുമായി ധാരണയിലെത്തിയത് ഉദ്യോഗസ്ഥരാണെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ വിചിത്ര ന്യായീകരണം. കരാർ ഒപ്പിട്ടത് ഉദ്യോഗസ്ഥർ. ഇതായിരുന്നു LDF കൺവീനർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇത് മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം. ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ പറയാനും അതെല്ലാം പരിഗണിക്കുന്നതിനുമുള്ള നിലപാട് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക. LDFിൽ നടക്കുന്നത് സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് UDF ക്യാമ്പ്. നാണക്കേട് സഹിച്ച് LDFിൽ തുടരണോ എന്ന് CPI തീരുമാനിക്കണമെന്നായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ലെ, ഏത് CPI എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ, ഏത് CPI എന്ന്? എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് തുടരുവാണോ അതോ അവരാലോചിക്കട്ടെ. ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവർ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അവരാണ്, രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അല്ല, നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. അത് അവരാണ് തീരുമാനം എടുക്കേണ്ടത്. CPI ആണ് തീരുമാനം എടുക്കേണ്ടത്. ഈ നാണക്കേട് സഹിച്ച് LDFിൽ തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവരാ. ഞങ്ങൾ അതിനെക്കുറിച്ച് പരിഹാസം കലർന്ന വിമർശനമായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണിന്റേത്. CPMനെ സംബന്ധിച്ചിടത്തോളം വിനിഞ്ഞാന്ന് അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി പറഞ്ഞു CPIക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കും എന്ന്. ഇന്നലെ വൈകിട്ട് ഒപ്പിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്ത് CPI എന്നാണ്. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ സഖാവ് ബിനോയ് വിശ്വത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം കണ്ടില്ല എന്നായി. CPIയുടെ ആശയവിനിമയ സംവിധാനത്തിനെന്തോ സാരമായ കേടുപാടുണ്ടായിട്ടുണ്ട്. സഖാവ് MV ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സഖാവ് ബിനോയ് അത് കണ്ടില്ല എന്ന് പറയും.
കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയങ്ങൾക്ക് ഇടത് സർക്കാർ കീഴടങ്ങരുതെന്ന് RJD നേതാവ് വർഗീസ് ജോർജും പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ശക്തമായ ഒരു നിലപാടിലേക്ക് CPI പോകുവാനുള്ള സാധ്യതയുണ്ടോ? അതോ മുൻ പലതവണത്തെയും പോലെ എതിർപ്പ് പരസ്യമായിട്ട് അറിയിക്കുക, കീഴടങ്ങുക, അങ്ങനെ ഒരു നിലപാടായിരിക്കുമോ CPI സ്വീകരിക്കാൻ പോകുന്നത്? എന്തായാലും ഇത് CPIക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായ കാര്യമാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയിലാണ് CPI ചെന്നുവിട്ടിരിക്കുന്നത്. CPI പരസ്യമായി തന്നെ PMCയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു. മന്ത്രിസഭയിൽ ഈ വിവരം CPIയുടെ മന്ത്രിമാർ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് മറുപടി നൽകുന്നു. CPIക്കും ആ തരത്തിലേക്ക് ചർച്ച ചെയ്യാം എന്നുള്ളൊരു മറുപടിയാണ് ഇതുവരെ ലഭിച്ചിരുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചു. അപ്പോഴാണ് മാധ്യമങ്ങളിലൂടെ തങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു മന്ത്രിസഭ, തങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു മുന്നണി നയിക്കുന്ന മന്ത്രിസഭ ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് എന്ന വിവരം മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വരുന്ന ഒരവസ്ഥ CPIക്ക് ഉണ്ടാകുന്നു. സ്വാഭാവികമായും രണ്ടാമത്തെ വലിയ പാർട്ടിയായ CPIയെ സംബന്ധിച്ച് ഇത് കടുത്ത അപമാനമാണ്, അവഹേളനമാണ്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിഷേധം ഏത് ഘട്ടം വരെ ആവാൻ പറ്റും, ഏത് ഘട്ടം വരെ പ്രതിഷേധിച്ചു പോയാൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, അത്തരം ചോദ്യങ്ങളെല്ലാം ഈ പാർട്ടിക്ക് മുന്നിലുണ്ട്. പാർട്ടിയുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഏത് തരത്തിൽ പ്രതിഷേധിക്കാം എന്നുള്ള വലിയ ചോദ്യത്തിനാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകൾക്കൊടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നേ കഴിയൂ. മുൻകാലങ്ങളിലൊക്കെ സമാനമായ അവസ്ഥ CPI പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും കടുത്ത നിലപാടുകൾ സ്വീകരിച്ച് പാർട്ടിയെ അല്ലെങ്കിൽ CPMനെ തിരുത്തുകയും അതോടൊപ്പം തന്നെ വഴങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. കാരണം പരസ്യമായി തന്നെ എതിർപ്പ് പറഞ്ഞത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് എതിർപ്പ് പറഞ്ഞത്. അദ്ദേഹം കരുതിയിരുന്നത്, അല്ലെങ്കിൽ ആ പാർട്ടി കരുതിയിരുന്നത്, തങ്ങളെ കൂടി മുഖവിലേക്ക് എടുക്കാതെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനെ CPIയുടെ എതിർപ്പിന് അങ്ങനെ ഒരു കാര്യമായ പരിഗണന കൊടുക്കേണ്ടതില്ല, ഉദ്യോഗസ്ഥരായിരിക്കും ഒപ്പിട്ടത്, അത് മന്ത്രി അറിഞ്ഞു കാണും എന്ന മട്ടിലൊക്കെയാണ്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇനി ചർച്ച ചെയ്യാം എന്നൊക്കെ പറയുന്നത്. ഒപ്പിട്ട് കഴിഞ്ഞ് ഇനി ചർച്ച ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ള ചോദ്യമടക്കം ഉയരുന്നുണ്ട്. എന്തായാലും CPIയുടെ എതിർപ്പ് തള്ളി CPM ഇങ്ങനെ ഒപ്പിടാൻ പോകുമ്പോൾ ആ കാര്യമൊക്കെ വിശദമായി ചർച്ച ചെയ്തും ആ പാർട്ടി തീരുമാനിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ CPIക്ക് എങ്ങനെ പ്രതിഷേധിക്കാം? മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു പ്രതിഷേധമാകുമോ? അങ്ങനെയാണെങ്കിൽ CPM അത് പരിഗണിച്ചില്ലെങ്കിൽ എത്ര തവണ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതല്ല, പരസ്യ പ്രതിഷേധത്തിലൂടെ AIYF-നെയും ASF-നെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ CPI നേരിട്ടോ ഒരു പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങുന്നോ? അങ്ങനെയാണെങ്കിൽ അതിലും CPM എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ള ചോദ്യം ഒക്കെ ഉണ്ട്. അതോ ദേശീയ നേതൃത്വത്തെ, CPMന്റെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവരുടെ സുവ്യക്തമായ നിലപാട് PMC പദ്ധതിക്കെതിരാണ്. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ഇതിൻ്റെ ഭാഗമായി ഒരിക്കലും നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് CPMൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കണം. ഇത്തരം ചോദ്യങ്ങളെല്ലാം CPIക്ക് മുന്നിലുണ്ട്. അതിനെന്തായാലും അല്പസമയത്തിനുള്ളിൽ എന്താണ് ആ പാർട്ടിയുടെ തീരുമാനം എന്നറിയാൻ കഴിയും. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ തീരുമാനം എന്തായിരിക്കും എന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. കടുത്ത നിലപാടിലേക്ക് CPI പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ആകാംക്ഷ. PM ശ്രീ പദ്ധതിയിൽ സർക്കാരിനൊപ്പമാണെന്ന് ജോസ് കെ മാണി MP. പദ്ധതി ഒപ്പിടാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ ആകുമെന്ന് ജോസ് കെ മാണി ചോദിക്കുന്നു. കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് ഒഴിവാക്കണം എന്ന് കേരള കോൺഗ്രസ് പറയില്ല. കേരളത്തിനും അതിൽ റോൾ എടുക്കാനുണ്ട്. എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് തോൽപ്പിക്കാൻ കേരളത്തിന് ആകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ദേശീയ തലത്തിൽ ഒരു തീരുമാനം കങ്കറന്റ് ലിസ്റ്റിലുള്ള പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുഴുവൻ ഫണ്ടുകളും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകും? അപ്പം പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല. ചില അതിനകത്ത് എതിർപ്പുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല, പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കും ഞാൻ കരുതുന്നില്ല. കാരണം അവർ പ്രായോഗികമായിട്ട് നോക്കിയിട്ടാണ് കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഓരോ സ്കീം വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും. അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ സർക്കാരിനുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വഴിത്തിരിവ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റുവെന്ന് സ്വർണ്ണ വ്യാപാരി മൊഴി നൽകി. തനിക്ക് സ്വർണം കൈമാറിയെന്നും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതോടെ പോറ്റി സ്വർണം വിറ്റ ബെല്ലാരിയിൽ എത്തിച്ച് തെളിവെടുക്കും. സാരംഗ് സുധാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഈ മൊഴി എത്രമാത്രം നിർണായകമാണ്? ഈ ബെല്ലാരി കണക്ഷൻ
തീർച്ചയായും ടോം, ഇത് മഞ്ജുഷ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ വളരെ നിർണായകമാണ്. കാരണം തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നതായിരുന്നു ശബരിമല വിഷയത്തിൽ ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം തുടക്കം മുതലേ അറിയിച്ചിരുന്നത്. ഏത് ഭാഗത്തേക്ക് എത്തിച്ചു, എങ്ങനെയൊക്കെ പോയി, ഏത് തരത്തിലാണ് ഈ സ്വർണം കൊണ്ടുപോയത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് നിലനിന്നിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു 470 ഗ്രാമിലധികം സ്വർണം ഇത്തരത്തിൽ ബെല്ലാരിയിലേക്ക് എത്തിച്ചു, അവിടെ സ്വർണ്ണ വ്യാപാരിക്ക് നൽകി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ സ്വർണം വീണ്ടെടുക്കുക, അതായത് ഈ സ്വർണം തിരിച്ച് ശബരിമലയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. അതിനെയാണ് ഇന്ന് രാവിലെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം പ്രതികരിച്ചത്. അതായത് ഈ സ്വർണം ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടു പോകില്ല, അത് തിരിച്ച് ശബരിമലയിലേക്ക് തന്നെ എത്തിക്കും, അന്വേഷണ സംഘത്തിൽ പരിപൂർണ്ണ വിശ്വാസമുണ്ടെന്നായിരുന്നു പ്രശാന്തിന്റെ അടക്കം പ്രതികരണം. അത്തരത്തിലേക്കുള്ള ഒരു നിർണായകമായ ഒരു നീക്കമാണ്, അതായത് നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇത് എത്തരത്തിലാണ് പിന്നീട് അവിടെ നിന്ന് കൈമാറി പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തിനും ഒപ്പം ബെല്ലാരിയിലേക്ക് എത്തി ഈ ഒരു സ്വർണ്ണ വ്യാപാരി അടക്കം ചോദ്യം ചെയ്ത് ഇതിന്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. മഞ്ജുഷ്, ശ്രീ സാരംഗാണ് വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡിന് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയുടെ സംശയങ്ങൾ സ്വാഭാവികമാണ്. അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസവുമുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അഴിമതിക്ക് ഉത്തരവാദികളാണ് തങ്ങളെന്ന് പറയുന്നത് ശരിയല്ലെന്നും PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചില്ലെന്നും പ്രശാന്ത് പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒരു വലിയ വീഴ്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിലിരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ടുപോയ സ്വർണം, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ? പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി. മോഹൻലാലിന് ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വനംവകുപ്പിന്റെ നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നടൻ മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. 2015 ഇത് സംബന്ധിച്ച വിജ്ഞാപനം, അതായത് നടൻ മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വെക്കാം എന്നുള്ള ലൈസൻസ് നൽകുന്നതുൾപ്പെടെയുള്ള വിജ്ഞാപനം സർക്കാർ ഇറക്കിയത്. അതേസമയം ആ വിജ്ഞാപനം ഗസറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പ്രസിദ്ധപ്പെടുത്തിയില്ല എന്നുള്ള കാരണമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. 2011 ആദായ നികുതി വകുപ്പ് മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെത്തുന്നത്. അതേ തുടർന്ന് മോഹൻലാലിന്റെ അപേക്ഷയെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിൽ മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വയ്ക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ലൈസൻസ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2015 അനുവദിച്ചത്. ആ സമയത്ത് ഇത് ഗസറ്റിൽ പരസ്യപ്പെടുത്തില്ല, അല്ലെങ്കിൽ അതിന്റെ തുടർ നിയമ നടപടികൾ സർക്കാർ പാലിച്ചു കണ്ടില്ല. അതുകൊണ്ട് സർക്കാർ വിജ്ഞാപനം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതുക്കിയ വിജ്ഞാപനം സർക്കാർ ഉടൻ ഇറക്കണം എന്ന് തന്നെയാണ്. അതായത് നിലവിൽ മോഹൻലാലിന്റെ കൈവശം ആനക്കൊമ്പ് വെക്കാനുള്ള സർക്കാർ നൽകിയിരിക്കുന്ന അനുമതി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. അഭിലാഷ് ഡേവിഡിനെ പോലീസിൽ നിന്ന് വിട്ടിട്ടില്ലെന്ന വാദം അപ്പാടെ പൊളിയുകയാണ്. പുറത്താക്കൽ തീരുമാനിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. 2023 ജനുവരി 21 താൽക്കാലികമായി പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. സസ്പെൻഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാണ് അഭിലാഷ് ഡേവിഡിന്റെ വിശദീകരണമായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. CPM കേന്ദ്രങ്ങളും ഈ വാദത്തെ പിന്തുണച്ചിരുന്നു. നോട്ടീസ് നൽകി 15 ദിവസത്തിനകം തൃപ്തികരമായ മറുപടി കിട്ടിയില്ലെങ്കിൽ പുറത്താക്കൽ സ്ഥിരപ്പെടുത്തുമെന്നും ഉത്തരവിൽ ഉണ്ടായിരുന്നു. ഉത്തരവിറങ്ങി 1.5 വർഷത്തിനു ശേഷം അഭിലാഷിനെതിരായ നടപടി റദ്ദാക്കിയത് പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഇതോടെ നടപടിക്കെതിരെ അഭിലാഷ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടില്ലെന്നും വ്യക്തമായിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ്.
144 പേരെ പോലീസിൽ നിന്ന് പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും ഇതിൽ ബഹുഭൂരിപക്ഷവും സർവീസിൽ തിരികെ കയറിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനൊരു ഉദാഹരണം കൂടിയാണ് അഭിലാഷ് ഡേവിഡ് എന്ന CI. പുറത്താക്കിയവരുടെ പട്ടിക സർക്കാർ വെളിപ്പെടുത്തുന്നുമില്ല. ഷാഫി പറമ്പിലിനെ തല്ലിയ CI അഭിലാഷ് ഡേവിഡ് ക്രിമിനലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-കാരനായ ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്തതാണെന്നും VD സതീശൻ പറഞ്ഞു. 1.5 വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയതാണ്. ആ ഉത്തരവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സർവീസിന് പുറത്താണ്. ഇയാൾ 1.5 വർഷം കഴിഞ്ഞ് എങ്ങനെ സർവീസിൽ തിരിച്ചു വന്നു? ഒന്ന് CPM-ന്റെ സഹയാത്രികനാണ്. ഇയാളെ തിരിച്ച് സർവീസിൽ കൊണ്ടുവന്നു. അയാളെ കൊണ്ടാണ് ഷാഫി അടിപ്പിച്ചത്. അതിനൊരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഷാഫി അടിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. ഇയാളാണ് അത് ചെയ്തത്. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPയുടെ ആരോപണത്തിന് മറുപടി പറയേണ്ടത് പോലീസാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വിഷ്ണു എന്ന പോലീസുകാരന് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. നേരത്തെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തിരുത്തേണ്ടി വന്നുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പോലീസിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതിനെന്തെങ്കിലും മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ പോലീസിനെ പറയും. ഈ പേരാമ്പ്രയിൽ എത്ര ദിവസമായി നിരപരാധികളെ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുന്നു. അതിലേറ്റവും കൂടുതൽ ഉപദ്രവം നേരിടേണ്ടി വന്ന ഒരു കുടുംബമാണ് ഈ വിഷ്ണു പ്രകാശൻ എന്ന വിഷ്ണു വത്സൻ എന്ന പോലീസുകാരനും അദ്ദേഹത്തിന്റെ കുടുംബവും. വിഷ്ണു ആണ് ഈ തെറ്റ് ചെയ്തത് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും കോൺഗ്രസുകാർ ഈ കാര്യങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് കളവായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണം. ഈ കുടുംബത്തിൽ വന്ന മാനക്ഷതത്തിന് ആരാ ഉത്തരവാദി? ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയതായി കേസ് ഡയറി. ഐഷ കൊലപാതകത്തിന്റെ കേസ് ഡയറിയുടെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിട്ടു. കോട്ടയം ക്രൈംബ്രാഞ്ചിനോടാണ് കുറ്റസമ്മത മൊഴി. സ്വർണവും പണവും തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമാണ് കൊലപാതകം. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഐഷയുടേതും ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. പള്ളിപ്പുറത്തെ വീടിന്റെ പരിസരത്ത് വെച്ചായിരുന്നു ഐഷയുടെ അവസാന ടവർ ലൊക്കേഷനെന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഐഷ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ കേസ് ഡയറിയുടെ പകർപ്പാണ് ന്യൂസ് 18 പുറത്തേക്ക് വിടുന്നത്. ചേർത്തല കോടതിയിൽ പോലീസ് ചേർത്തല അന്വേഷണ സംഘം സബ്മിറ്റ് ചെയ്ത റെക്കോർഡ്സിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷയെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം സെബാസ്റ്റ്യൻ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ കൺഫെഷൻ ഈ കേസിനകത്ത് ലഭ്യമായിട്ടുണ്ട്, കോട്ടയം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ലഭ്യമായിട്ടുണ്ട് എന്ന് ഈ കേസ് ഡയറി വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഐഷ എന്ന് കൊല ചെയ്യപ്പെട്ടു അതിനെ സംബന്ധിച്ച വിശദാംശങ്ങളും ഈ കേസ് ഡയറിയിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ഐഷയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്ത്രീ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ഈ ഐഷയെ കാണാതായ 2012 മെയ് 13 അവർ പോയത് പള്ളിപ്പുറത്തെ വീട്ടിലേക്കാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. മാത്രമല്ല തന്റെ വസ്തു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് താൻ കരുതി വെച്ചിരുന്ന പണം സെബാസ്റ്റ്യന്റെ കൈവശമായത് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിരുന്നു. മാത്രമല്ല ഈ ദിവസം സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുകയും ചെയ്തു എന്നും അതിന്റെ ദൃക്സാക്ഷിയാണ് താനെന്നും ആ സ്ത്രീ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കേസ് ഡയറിയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സെബാസ്റ്റ്യൻ കരുതി കൂട്ടി ഐഷയെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ 2012 മെയ് 13 വൈകിട്ട് ഐഷയെ വാർനാട്ട് വീട്ടിൽ നിന്നും പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അവിടെ തന്നെയുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇയാൾ എത്തി ഐഷയെ കൊണ്ടുപോവുകയായിരുന്നു. മാത്രമല്ല 4 മണിവരെ ഐഷയുടെ ഫോൺ ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 4 മണിക്ക് ശേഷം കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കേസ് ഡയറിയിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് മൃതദേഹം എങ്ങനെ മറവ് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം പറയുന്നു. മറ്റൊരു നിർണായകമായ വിവരം കേസ് ഡയറിയിലുള്ളത് ഐഷയുടെ അവിടെ ആ പള്ളിപ്പുറത്തെ വീട്ടിന്റെ വളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങളാണ്. അതിൽ ഐഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം അതിൽ ഒരു പല്ലിന്റെ ഭാഗം ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഐഷയുടേതിന് സമാനമായ ചികിത്സ നേടിയ ഒരു പല്ലിന്റെ ഭാഗമായിരുന്നു കണ്ടെത്തിയത്. അത് ജൈനമയുടേതല്ല എന്നുള്ള നിഗമനത്തിലേക്ക് കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഐഷയ്ക്ക് സമാന
സമാനമായ രീതിയിൽ പല്ലിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ ഐഷയുടെ ഉൾപ്പെടെയുള്ള വിവിധ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് വള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയത് ജൈനമ്മയുടേത് മാത്രമല്ല ഒന്നിലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് എന്നുള്ളത് ഈ കേസ് ഡയറി വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ന്യൂസ് 18 പുറത്തുവിട്ട റോസമ്മ എന്ന സ്ത്രീയുടെ, അതായത് ഐഷയുടെ സുഹൃത്തും സെബാസ്റ്റ്യൻ്റെ മുൻ പെൺസുഹൃത്തുമായ റോസമ്മ എന്ന സ്ത്രീയാണ് ന്യൂസ് 18ലൂടെ ഇത്തരത്തിൽ ഐഷ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. വെറും ഒരു മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് റീഓപ്പൺ ചെയ്യുന്നതും അത് ഒരു അന്വേഷണം, കൊലപാതക തലത്തിലേക്ക് അന്വേഷണം എത്തുന്നതും ആ റോസമ്മയുടെ വെളിപ്പെടുത്തലോടുകൂടിയാണ്. ക്രൈംബ്രാഞ്ചും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും ചേർത്തല അന്വേഷണ സംഘവും റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇനി റോസമ്മ അടക്കമുള്ള ആളുകളെ ഇനി വീണ്ടും ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ, അതായത് ഐഷയുടെ അടുത്ത സുഹൃത്തായ സ്ത്രീ സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന് പോലീസിനോടും ന്യൂസ് 18നോടും വെളിപ്പെടുത്തിയിരുന്നു. സെബാസ്റ്റ്യൻ്റെ അടിയേറ്റ് ഐഷയുടെ മുഖം മുറിഞ്ഞ് രക്തം വരുന്നത് കണ്ടുവെന്ന നിർണായക മൊഴി അവരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും മൊഴി പുറത്തുവിട്ടതിന്, ഇവരുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ 164, അതായത് രഹസ്യമൊഴി കോടതിയിൽ എത്തിച്ച് ഐഷയുടെ സുഹൃത്തുക്കളായ സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിലേറ്റവും പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയിൽ ഏറ്റവും നിർണായകം, ഐഷയെ കാണാതായതിനു ശേഷം ഈ സ്ത്രീകളിൽ ഒരാളെ സെബാസ്റ്റ്യൻ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുകയും ഐഷയുമായുള്ള അടുത്ത ബന്ധത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള ദൃക്സാക്ഷി മൊഴി ഉണ്ട്. ആ ഒരു മൊഴി കൂടി കേസിൽ ഏറ്റവും നിർണായകമാണ്. അത്തരത്തിൽ 2 സുഹൃത്തുക്കളുടെ മൊഴി ഐഷയുടേതായി പോലീസിന് ശക്തമായ മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. 28 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. അതിനുശേഷം അയാളിൽ നിന്ന് പൂർണ്ണമായ വിവരങ്ങൾ തേടാനാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇത്രയധികം സാക്ഷിമൊഴികൾ ഉണ്ടെങ്കിലും കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും കോടതിയിൽ എത്തിച്ചപ്പോൾ ഐഷയെ അറിയില്ല എന്നുള്ള നിലപാടിലാണ് സെബാസ്റ്റ്യൻ നിലനിൽക്കുന്നത്. എന്തായാലും അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പരമാവധി വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും ഇതിന്റെ അന്വേഷണ വഴിയിൽ ഈ ഒരു കേസ് അത്തരത്തിലൊരു അന്വേഷണ വഴിയിലേക്ക് ഏറ്റവും ഒടുവിൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലേക്ക് ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു അവസാന ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അതിൽ ന്യൂസ് 18നും വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും പോലീസിനടക്കം നിർണായകമായ വിവരങ്ങൾ നൽകാൻ നമുക്ക് കഴിഞ്ഞു. എന്തായാലും ആ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കടമ്പയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. സെബാസ്റ്റ്യൻ ഇപ്പോൾ ചേർത്തലയിലെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരള സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ബോൾഗാട്ടി പാലസിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം നാവികസേന ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിക്കും. 1:55 പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് മടങ്ങും. കൊച്ചിയിലെ രാഷ്ട്രപതിയുടെ പരിപാടിയിൽ കൊച്ചി മേയർ എം അനിൽകുമാറിനെ ഒഴിവാക്കിയെന്ന് പരാതി. തന്നെ പരിപാടിക്ക് ക്ഷണിച്ചില്ലെന്ന് മേയർ വ്യക്തമാക്കി. രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിവാക്കിയെന്ന വിശദീകരണമാണ് സെന്റ് തെരേസാസ് അധികൃതരിൽ നിന്ന് കിട്ടിയതെന്നും മേയർ. പ്രതിഷേധ സൂചകമായി നാവികസേനാ ആസ്ഥാനത്ത് രാഷ്ട്രപതിക്ക് നൽകിയ സ്വീകരണത്തിൽ നിന്ന് മേയർ വിട്ടുനിന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഇന്ന് എറണാകുളത്തെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു രാഷ്ട്രപതിയുടെ? എന്താണ് ഈ മേയറിന് ഇങ്ങനെയൊരു അതൃപ്തി ഉണ്ടാകാൻ കാരണം? മഞ്ജുഷ, എറണാകുളത്തെ രാഷ്ട്രപതിക്ക് ഒരു പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അത് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഒരു ഉദ്ഘാടനമായിരുന്നു നിർവഹിച്ചത്. ഇന്ന് രാവിലെ ഇവിടെ 11:30യോടുകൂടിയാണ് നാവികസേന വിമാനത്താവളത്തിൽ രാഷ്ട്രപതി എത്തുന്നത്. തുടർന്ന് ഇവിടെ സെന്റ് തെരേസാസ് കോളേജിലേക്ക് വരികയും ഇവിടുത്തെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിലും രാഷ്ട്ര പുരോഗതിയിലും നിർണായക ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ശതാബ്ദി ആഘോഷിക്കുന്ന സെന്റ് തെരേസാസ് കോളേജ് എന്ന് അവർ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന സമൂഹം കൂടുതൽ മാനുഷിക മൂല്യങ്ങളും കൂടുതൽ മികവുമുള്ള ഒരു സമൂഹമായി മാറും. ധീരതയുടെയും വ്യക്തതയോടെയും ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കണമെന്നും അവർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. രാജ്യത്തെ നോളജ് സൂപ്പർ പവർ ആക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാനായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതെല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അല്പം മുമ്പ് ഈ ചടങ്ങ് അവസാനിച്ച് ഇപ്പോൾ നാവികസേന ആസ്ഥാനത്തേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇനിയിപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2 മണിയോടുകൂടിയാണ് തിരിച്ച് 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യുന്നത്. ഇവിടെ സെന്റ് തെരേസാസിൽ നടന്ന ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിനെ
ഇവിടേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതിയായി വന്നിരിക്കുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അനിൽകുമാർ പറയുന്നു. തന്നെ പരിപാടിക്ക് ക്ഷണിച്ചില്ല, രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിവാക്കിയെന്ന വിശദീകരണമാണ് കോളേജ് അധികൃതരിൽ നിന്ന് തനിക്ക് ലഭിച്ചതെന്നാണ് മേയർ പറയുന്നത്. ഈ നടപടിയിൽ ഒരു പ്രതിഷേധമായിട്ട് നാവികസേന ആസ്ഥാനത്ത് രാഷ്ട്രപതിക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും മേയറുടെ ഒരു പ്രതികരണം വരും മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാകും. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കർപ്പൂരി ഠാക്കൂറിന് ആദരമർപ്പിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോദയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDA ബീഹാറിൽ അധികാരത്തിൽ തുടരുമെന്ന് മോദി പറഞ്ഞു. അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കടന്നാക്രമിച്ചും വികസന നേട്ടങ്ങൾ നിരത്തിയുമായിരുന്നു മോദിയുടെ പ്രസംഗം. अगर जंगल राज वालों की सरकार होती तो क्या आपके पैसे आपके खाते तक पहुंच पाते? क्या आपके पैसे बीच में ही चोरी हो जाते कि नहीं हो जाते? उनके तो एक प्रधानमंत्री कहते थे 1 रुपया निकलता था, सिर्फ 15 पैसा पहुंचता था। वो कौन सा पंजा था जो 85 पैसे घिस लेता था? आपके पैसे आपको मिलते रहे, इसके लिए बिहार में NDA सरकार जरूरी है। अक्टूबर महीना ही था जब बिहार ने जंगल राज से मुक्ति पाई थी। नीतीश जी के नेतृत्व में NDA का सुशासन शुरू हुआ था, लेकिन उस दौर में 10 साल तक केंद्र में कांग्रेस RJD की सरकार रही। कांग्रेस RJD ने नीतीश जी के सामने भांति भांति के रोड़े अटकाए। बिहार का नुकसान करने में दिल्ली में बैठी हुई कांग्रेस और RJD के सरकार ने 10 साल तक कोई कमी नहीं रखी थी। RJD बिहार के आप लोगों से बदला लेती रही कि आपने नीतीश जी को वोट क्यों दिया, नीतीश जी की सरकार क्यों बनाई। हालात तो ये थी कि ये RJD वाले कांग्रेस को आए दिन धमकाते थे, धमकी देते थे कि अगर बिहार में आपने नीतीश जी की एक भी बात मानी, भाजपा NDA की एक भी बात मानी, बिहार में अगर कोई प्रोजेक्ट दिया तो फिर RJD कांग्रेस का समर्थन तोड़ देगी और सरकार गिर जाए, ऐसे डराते थे। साथियों, नीतीश जी ने स्वर्गीय सुशील मोदी जी, स्वर्गीय रामविलास पासवान जी और आज हमारे जीतन राम मांझी जी, उपेंद्र कुशवाहा जी, भाई चिराग, सबके साथ मिलकर പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോദയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കർപ്പൂരി ഠാക്കൂറിനും ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു മോദിയുടെ ഇന്നത്തെ സന്ദർശനത്തിന്റെ തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി കാർത്തിക് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, കാര്യം വ്യക്തമാണല്ലോ, OBC വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തുടക്കം തന്നെ മോദി കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മസ്ഥലത്ത് നിന്ന് തന്നെയാണല്ലോ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ്, ബീഹാറിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ പ്രചരണം ചൂടുപിടിക്കുകയാണ്. NDA ക്യാമ്പിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകാൻ
മോദി തന്നെ ഇന്ന് ബീഹാറിലെത്തി. സമസ്തിപൂരിലായിരുന്നു ആദ്യ റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഈ റാലിയിൽ പ്രധാനമായും RJD കാലഘട്ടത്തിലെ അഴിമതിയും ഒപ്പം നിതീഷ് കുമാറിൻ്റെ കാലഘട്ടത്തിലെ വികസനവും ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം തന്നെ ജാതി രാഷ്ട്രീയം നിർണായകമായ ബീഹാറിൽ ജാതി വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ പ്രധാനം കർപ്പൂരി ഠാക്കൂറിൻ്റെ പൈതൃകം തട്ടിയെടുക്കാൻ ചിലർ ശ്രമം നടത്തുന്നു, അതിനോട് ജനങ്ങൾ പൊറുക്കില്ല എന്ന മോദി പറഞ്ഞു. കർപ്പൂരി ഠാക്കൂറിൻ്റെ ജന്മസ്ഥലമായ ഗ്രാമത്തിൽ എത്തി അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടക്കം സന്ദർശിച്ച ശേഷമാണ് സമസ്തിപൂരിൽ അദ്ദേഹം റാലിയെ അഭിസംബോധന ചെയ്തത്. ഈ റാലിയിലാണ് കർപ്പൂരി ഠാക്കൂർ തനിക്ക് ഊർജം, തനിക്ക് ഇൻസ്പിറേഷനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സ്വാഭാവികമായും പിന്നോക്ക വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു കർപ്പൂരി ഠാക്കൂർ. ആ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രഖ്യാപനം. മാത്രമല്ല OBC കമ്മീഷൻ അടക്കം NDA സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ RJDയുടെ കഴിഞ്ഞകാല ഭരണത്തെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. ഇന്നും അത് ആവർത്തിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജംഗിൾ രാജ് ഭരണം തിരിച്ചു കൊണ്ടുവരാൻ ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അവർ ഇനി ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹം RJDയെ കടന്നാക്രമിച്ചു. ഒപ്പം കോൺഗ്രസിനെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഭരണഘടന കയ്യിൽ കൊണ്ടു നടക്കുന്ന ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അവരെ മിസ്ലീഡ് ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അങ്ങനെ RJDയെയും കോൺഗ്രസിനെയും ഒരുപോലെ കടന്നാക്രമിക്കുന്നതിനൊപ്പം നിതീഷ് കുമാറിൻ്റെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറയാനും അദ്ദേഹം ഈ അവസരം ഉപയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാസഖ്യം ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആയിരിക്കും, അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്തുകൊണ്ട് BJP നടത്തുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ഈ പ്രസംഗത്തിലുടനീളവും ബീഹാറിൽ നിലവിൽ ഭരിക്കുന്ന സർക്കാർ തുടരുമെന്നും നിതീഷിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരും വർഷങ്ങളിലും തുടരും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പക്ഷെ അപ്പോഴും NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് നിതീഷ് കുമാർ ആണ് എന്ന് ഔദ്യോഗികമായി മോദി പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അത്തരത്തിലൊരു മറുപടി മഹാസഖ്യം പ്രതീക്ഷിച്ചു. മറുവശത്ത് മഹാസഖ്യത്തിൻ്റെ പ്രചരണ ക്യാമ്പും സജീവമാവുകയാണ്. 27-ന് ദേശീയ നേതാക്കൾ അവിടേക്ക് എത്തുന്നു. ഖർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ എത്തും. 28-ന് തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കും. ഈ മാനിഫെസ്റ്റോയിൽ ജനപ്രിയ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിൽ 500 രൂപയ്ക്ക് LPG സിലിണ്ടർ, 200 യൂണിറ്റിന് താഴെ സൗജന്യ വൈദ്യുതി, അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തുക, ഓരോ വീട്ടിലെയും ഒരാൾക്ക് സർക്കാർ ജോലി എന്നതടക്കമുള്ള ജനപ്രിയ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനം. എന്തായാലും പ്രചരണ രംഗം ചൂടുപിടിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ബഹുസറയിലും ഒരു പൊതുറാലിയിൽ മോദി പങ്കെടുക്കുന്നുണ്ട്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നഡ്ഡ അടക്കമുള്ളവർ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയവും. മഞ്ജുഷ്. ശരി കാർത്തിക്. ആന്ധ്രാപ്രദേശിൽ ബസ്സിന് തീപിടിച്ച് വൻ ദുരന്തം. 20 പേർ വെന്തു മരിച്ചു. 19 പേർ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. നിരവധി പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. 9 പേരെ കാണാനില്ലെന്നും വിവരം. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തിരുന്ന കാവേരി ട്രാവൽസ് എന്ന സ്വകാര്യ AC വോൾവോ ബസ്സിന് തീപിടിച്ച് അപകടമുണ്ടായത്. ബസ്സിനുള്ളിൽ 41 യാത്രക്കാരും 2 ജീവനക്കാരുമുണ്ടായിരുന്നു. കർണൂൽ നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ മാറി NH44 യാത്ര ചെയ്യവേ ഒരു ബൈക്ക് ബസ്സിന് മുൻഭാഗത്ത് കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനടിയിൽ ബൈക്ക് കുടുങ്ങി കുറച്ചു ദൂരം മുന്നിലേക്ക് പോയി. അപ്പോഴുണ്ടായ തീപ്പൊരിയിൽ ബസ്സിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. മുൻഭാഗത്താണ് തീ ആദ്യം പടർന്നത്. പിന്നാലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും ഇലക്ട്രിക് വാതിൽ തുറക്കാൻ പറ്റാതാവുകയും ചെയ്തു. ഇങ്ങനെയാണ് നിരവധി പേർ ബസ്സിനുള്ളിൽ വെന്തു മരിച്ചത്. 19 പേർ ബസ്സിന്റെ ചില്ല് തകർത്ത് പുറത്തേക്ക് ചാടി. ഇവരിൽ പലരും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പലരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇതിനായി DNA പരിശോധന നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ഇതിനിടെ അപകടമുണ്ടാക്കിയ ബസ്സിന് 2024 ജനുവരി മുതൽ 16 ഫൈൻ ലഭിച്ചിട്ടുള്ളതായി വിവരമുണ്ട്. അമിത വേഗതയ്ക്കും അപകടകരമായി വാഹനമോടിച്ചതിനും ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിനുമാണ് കാവേരി ബസ്സിന് ഫൈൻ ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1000 പോയിന്റുകൾ കടന്ന് തിരുവനന്തപുരം ഒന്നാമത്, തൃശൂർ രണ്ടാമതും കണ്ണൂർ ജില്ല മൂന്നാം സ്ഥാനത്തുമാണ്. 1500 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ വൈകിട്ട് 6 മണിക്ക് നടക്കും. 4x400 മീറ്റർ റിലേ മത്സരങ്ങൾ രാത്രി 7:30-ക്കാണ്. ശക്തമായ മഴയെ തുടർന്ന് ജൂനിയർ ആൺകുട്ടികളുടെ പോൾ വോൾട്ട് ഫൈനൽ മത്സരങ്ങൾ നിർത്തിവെച്ചു. ഹരികൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, തിരുവനന്തപുരം ചാമ്പ്യൻഷിപ്പിലേക്ക് അടുക്കുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. വലിയ അത്ഭുതങ്ങളൊന്നും മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം തന്നെ ഇത്തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടും. അവസാനത്തെ പോയിന്റ് പട്ടിക ഇങ്ങനെയാണ്. 1051 പോയിന്റുമായിട്ട് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. തൃശൂർ ആകട്ടെ 500 പോയിന്റ് പോലും കടക്കാൻ സാധിക്കുന്നില്ല. 495 നിലവിൽ നിൽക്കുന്നത്. ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോ പൂർത്തിയായിരുന്നു. സോനാമോഹൻ, കാസർഗോഡുകാരിയായ സോനാമോഹനാണ് റെക്കോർഡ് നേട്ടത്തോടുകൂടി കൈവരിച്ചിരിക്കുന്നത്. ഈ മീറ്റിലെ 3ാമത്തെ റെക്കോർഡാണ് കൈവരിച്ചിരിക്കുന്നത്. അത് സോനാമോഹന്റെ പേരിൽ വരുന്നു. 38.64 മീറ്റർ ദൂരത്തിലാണ് ഡിസ്കസ് ത്രോ വരുന്നത്. KC ത്രോസ് അക്കാദമി, കാസർഗോഡ് KC ത്രോസ് അക്കാദമിയിലെ പെൺകുട്ടിയാണ് സോനാമോഹൻ. ഇപ്പോഴാണ് ജൂനിയർ ആൺകുട്ടികളുടെ പോൾ വോൾട്ട് മത്സരങ്ങൾ നടക്കുന്നത്. മോശമായ കാലാവസ്ഥയായിരുന്നു. അത് തുടർന്ന് ഈ പോൾ വോൾട്ട് മത്സരങ്ങൾ നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് വീണ്ടും പുരോഗമിക്കുന്നത്. മോശമായ കാലാവസ്ഥ, അതോടൊപ്പം തന്നെ ഈ ട്രാക്കും ഫീൽഡും മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും പോൾ വോൾട്ട് തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ഈ ജൂനിയർ ആൺകുട്ടികളുടെ ഈ മത്സരം നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് മഴ മാറിയതിനു ശേഷം ഈ മത്സരം വീണ്ടും പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നത്. എന്നാൽ പോലും കായിക പ്രതിഭകളുടെ ഈ ഒരു കാലാവസ്ഥ കാരണം അവർക്ക് വലിയൊരു തിരിച്ചടി നേരിടുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ രീതിയിലാണ് സിന്തറ്റിക് ട്രാക്ക് ഒട്ടാകെ തന്നെ വെള്ളക്കെട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. വെള്ളക്കെട്ടിലായതുകൊണ്ടാണ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ആശങ്കയേറുന്ന കാര്യം വൈകുന്നേരം നടക്കാൻ പോകുന്ന ഹേർഡിൽസ് മത്സരങ്ങളാണ്. ഹേർഡിൽസ് മത്സരങ്ങൾ ഈ മീറ്റിലെ ഏറ്റവും ആകർഷണീയമായ മത്സരങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ മഴയിൽ കുതിർന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം അത് നിൽക്കുക? കാരണം ഈ ഹേർഡിൽസ് മത്സരങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം കൂടിയാണ്. അതോടൊപ്പം തന്നെ 4x400 മീറ്റർ റിലേയും ഇന്ന് വൈകുന്നേരമാണ് നടക്കുന്നത്. 1500 മീറ്റർ മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു ട്രാക്കിൽ വെള്ളക്കെട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാവിലെ തന്നെ 5000 മീറ്റർ നടത്തത്തിൽ അവർ മത്സരിച്ചവർക്കൊക്കെ തന്നെ ഒരു മോശമായ സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വീണ്ടും മഴ ശക്തമായി പെയ്യാൻ പോവുകയാണെന്നുള്ള ലക്ഷണങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. വീണ്ടും മത്സരങ്ങൾ നിർത്തിവെക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ കാലാവസ്ഥ വലിയൊരു രീതിയിൽ പ്രശ്നമായി നിൽക്കുകയാണ് കായിക താരങ്ങൾക്ക്. പ്രത്യേകിച്ച് അവരുടെ പ്രകടനം പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയും നിൽക്കുന്നുണ്ട്. പക്ഷേ വൈകുന്നേരത്തെ ഹേർഡിൽസ് മത്സരം, റിലേ മത്സരങ്ങൾ, 1500 മീറ്റർ ഓട്ടം, ഇതെല്ലാം തന്നെ ഈ മഴയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവും. നേരത്തെ ഹീറ്റ്സ് മത്സരത്തിൽ, ഹേർഡിൽസിന്റെ ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ പലയിടത്തും പല കായിക താരങ്ങളും തെന്നിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ട്രാക്കിൽ പ്രത്യേകിച്ച് അവർ ഓടുന്ന സാഹചര്യത്തിൽ തെന്നിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മോശം അവസ്ഥയിൽ തന്നെയാണ് ഇവർക്ക് ഈ സ്റ്റേറ്റ് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നതെന്നുള്ളൊരു വളരെ ദുഃഖകരമായ കാര്യം കൂടിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ മത്സരം ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വൈകുന്നേരം എന്താകും അവസ്ഥ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. പോൾ വോൾട്ട് മത്സരങ്ങൾ നേരത്തെ ഈ മഴ കാരണം നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വീണ്ടും മഴ പെയ്യുമ്പോൾ എന്തായിരിക്കും അധികൃതരുടെ തീരുമാനം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നിലവിൽ മത്സരം പുരോഗമിക്കുകയാണ്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അധ്യാപകർ ഇല്ലാതെയാണ് തൃശൂരിൽ നിന്ന് 6 യോഗ മത്സരാർത്ഥികൾ എത്തിയത്. ഉള്ളത് രക്ഷിതാക്കൾ മാത്രം. തലസ്ഥാനത്തേക്ക് എത്തുന്നതുവരെ അവരുടെ യാത്ര കഠിനമായിരുന്നു. നമ്മൾ ഈ കണ്ട ഞെട്ടിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് തൃശ്ശൂരിലെ പിള്ളേരാണ്. തൃശ്ശൂരിലെ യോഗാസന ഇവിടെ ഇപ്പൊ മത്സരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന പിള്ളേരാണ്. നമുക്ക് ആദ്യം അവരുടെ പേരുകൾ പരിചയപ്പെടാം. എന്റെ പേര് ഋഷികേശ്. അർജുൻ, കിരൺ, അനന്യ, ഋതുബാല. ഇവിടെ ഈ 5 പേരാണ് തൃശ്ശൂരിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരാളും കൂടി ഉണ്ട്. നമുക്ക് പാരന്റ്സിലേക്കും കൂടെ ഒന്ന് പോവാം. വിദ്യ, ശ്യാമ. പക്ഷെ ഇവർക്ക് ഒരു നമ്മൾ എടുത്തു പറയേണ്ടത്, ഇവർ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. എന്താണ് സംഭവിച്ചൊന്നുമില്ല. നമ്മളെ ഇതിലെ കുട്ടികളെ നമ്മൾ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു മാനേജറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്കറിയില്ല. ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഡേറ്റിന് നിങ്ങൾ തലൂസ് അറിഞ്ഞത്, ഡേറ്റ് മാറി തീർക്കാം. അപ്പൊ ഈ ജില്ല, ഉപജില്ല, അതിന്റെയൊക്കെ ഡേറ്റുകൾ ഇതുള്ള അവസ്ഥയായിരുന്നു. ഒക്കെ ഈ അവസ്ഥ തന്നെയായിരുന്നു. കാര്യത്തില് നമുക്ക് വിഷ്വൽസ് കാണുമ്പോൾ തന്നെ കാര്യക്ഷമമായിട്ട് വേണ്ട ഒരു കാര്യം നമ്മളടുത്ത് വെച്ചിട്ട് കാര്യമില്ലേ. നടത്തിപ്പിക്കാരോട് നിങ്ങൾ ചോദിക്കുകയെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണവരല്ലേ. നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കുകയും, നമ്മൾ കുട്ടികൾ എത്ര കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരല്ലേ, നിങ്ങൾ അവരോട് അന്വേഷിക്കുകയും.
അപ്പൊ നമുക്ക് പറയാനുള്ളൂ, നമുക്ക് നമ്മുടെ ആവശ്യം നമ്മുടെ മക്കളെ അവിടെ എത്തിക്കണം, അത് നമ്മൾ എത്തിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സെന്ററിൽ പഠിക്കുന്നവരാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. ഇത് എത്ര നാൾ മുമ്പാണ് ഇത് അറിയുന്നത്? ഈ ഒരു ഡേറ്റ് ചേഞ്ച് ആയി നമ്മൾ ഇന്നലെയാണ് അറിയുന്നത്. ഇന്നലെയല്ല, മിനിഞ്ഞാന്നറിഞ്ഞു. ഞങ്ങളപ്പോ മിനിഞ്ഞാന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. കുട്ടികളിപ്പോ ടീച്ചേഴ്സ് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 പേര് പാരന്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. തൃശ്ശൂരിന്ന് ഞങ്ങൾ പോകുന്നു. ഞാൻ ഒരു സാറിനെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ അവര് ഇവിടെ എത്തിക്കാനാ പറഞ്ഞത്, ഇവിടെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യാനാ പറഞ്ഞത്. നമുക്ക് ഇതുവരെ ആരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നമ്മളിതിപ്പോ പങ്കെടുത്ത് കഴിയുമ്പോൾ കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പർ അടക്കം കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് യാതൊരു വിധ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ ഗ്രൂപ്പായിട്ട് വരാറുണ്ട്, തൃശ്ശൂർ ജില്ലാ ടീമായിട്ട് വരാറുണ്ട്. അതൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ജേഴ്സി പോലും കിട്ടിയത്. ഞങ്ങൾക്ക് അത് തന്നതും ആരാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, ഒന്നും ഞങ്ങൾക്കറിയില്ല. നമുക്കിപ്പോ നമ്മുടെ ഇതുള്ളത് കൊണ്ട് ഈ കുട്ടികൾ ഇപ്പൊ ഞങ്ങൾ സ്കൂൾ ഓഫ് യോഗ ബെന്നിമാഷിന്റെ കീഴിലാണ് ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എത്തിക്കണു. ഞങ്ങൾ പാരന്റ്സ് തന്നെ ഞങ്ങളുടെ റിസ്കിൽ എത്തിക്കണു, പങ്കെടുക്കണു. അതേ റിസ്കിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോകണം. അല്ലാതെ വേറൊരു ഇതും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അധ്യാപകരും ഇതിൽ പങ്കെടുക്കാൻ കൂട്ടാക്കിയിട്ടുണ്ട്. അധ്യാപകരാരും വന്നിട്ടില്ല. അവര് നമ്മുടെ അടുത്ത്. പിന്നെ ഇതിലെന്താ എനിക്ക് തോന്നിയിടത്തോളം കുറെ കായിക അധ്യാപകര് സമരം എന്ന് പറഞ്ഞതിൽ മാറി നിൽക്കുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ സ്കൂൾ ഗെയിംസിന് ഒരുവിധം എപ്പോഴും ഞങ്ങൾ പാരന്റ്സ് റിസ്ക് എടുത്തിട്ട് വരാറ് തന്നെയാണ് പതിവ്. ആരും ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാനോ ടീം മാനേജറോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ബാക്കി മത്സരങ്ങളെ പോലെയല്ല. അങ്ങനെയാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവം. ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴേക്കും കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടെ വേണ്ടി. അത് ഇവര് പോകുന്നത് വേറെ അഡീഷണൽ ആണല്ലോ. ഇവര് വേറെ സ്ഥാപനത്തിൽ പഠിക്കുന്നത് കൊണ്ട്, സ്കൂൾ ഓഫ് യോഗയിൽ പോകുന്നത് കൊണ്ട് അവിടെ നിന്ന് മാഷ് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. സ്കൂളായിട്ടുള്ള ഇതില്ല. പിന്നെ ഈ കലോത്സവം ആയതുകൊണ്ട് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് കുട്ടികൾ വരുന്നത്. പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നു. അവരുടെ പെർമിഷൻ കൊണ്ട് അവർ സ്കൂളിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും പാരന്റ്സ് പിന്നെ എല്ലാവരും കൊണ്ടുപോകുന്നു മാത്രം. ഇതേ അവസ്ഥ തന്നെയായിരുന്നു സബ് ജില്ലയിലും റവന്യൂവിലും ഒക്കെ? സബ് ജില്ല തലേദിവസം അറിഞ്ഞായിരുന്നു അല്ലേ? സബ് ജില്ല തലേദിവസം, പിറ്റേ ദിവസം ഡിസ്ട്രിക്ട്. സബ് ജില്ല തലേദിവസം, അടുത്ത ദിവസം ഡിസ്ട്രിക്ട്. അങ്ങനെ മത്സരം നടന്നത്. കുട്ടികളുടെ ഒരു മാനസിക സമ്മർദ്ദം അതിലൊന്നും ഇപ്പൊ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ കൊണ്ടുവരണു, നമ്മള് പറഞ്ഞില്ല അവർക്ക് കഴിവുള്ളവർ വരുന്നു. അപ്പൊ അവരുടെ പാരന്റ്സ് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതേപോലെ കൊണ്ടുവരാം, പങ്കെടുക്കാം, നമുക്ക് തിരിച്ചു പോവാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ ഭക്ഷണം നമുക്ക് ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഭക്ഷണം. അത് നല്ലതും പറയണല്ലോ, നല്ല ഭക്ഷണമായിരുന്നു. പിള്ളേർക്ക് വയറ് നിറച്ച് ഇഷ്ടമുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ബുദ്ധിമുട്ടിയില്ല. പിന്നെ താമസ സൗകര്യം കുഴപ്പമില്ല, ബസ് സൗകര്യം ഇട്ടതും കുറച്ചങ്ങനെ ഡിലേ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. വരുന്നതിന്റെ ബുദ്ധിമുട്ടുള്ളൂ, വന്നു കഴിഞ്ഞിട്ട് വരുന്നതും നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലാണ്ട് ഇവിടെ വന്നിട്ട് നല്ല ഭക്ഷണം അല്ല പാരന്റ്സിനായാലും അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ട്. അതും പറയണല്ലോ, അതൊക്കെ ഓക്കെയാണ്. അതാണ് നിലവിലെ അവസ്ഥ. ഇത് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത് യോഗ ടീമാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വന്ന യോഗ ടീമാണ്. ഇവിടെ അധ്യാപകരാരുമില്ല. ഇവരുടെ രക്ഷിതാക്കള് അവരുടെ റിസ്കിൽ എടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നത്. അതും ഇതിന്റെ നാൾവഴികൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. സബ് ജില്ല തലേ ദിവസം അറിയുന്നു, അടുത്ത ദിവസമാണ് ജില്ലയിൽ വേദി ഉണ്ടെന്ന് അറിയുന്നത്. ഇപ്പൊ സംസ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും മെനഞ്ഞാന്നാണ് ഇവർ വിളിച്ചിട്ട് ഡേറ്റ് മാറ്റിയ കാര്യം പറയുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ, നിങ്ങളിപ്പോൾ ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയധികം ശാരീരിക ക്ഷമതയും വേണ്ടതാണ്. മാനസികമായും വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് തയ്യാറെടുക്കേണ്ടതുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് നമ്മളോടൊപ്പം ചേർന്നത്. അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞത്. പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം അവർക്ക് ഭക്ഷണമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും അവർ അറിയിക്കുന്നുണ്ട്. ക്യാമറമാൻ അരുണിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18. അമേരിക്ക ആസ്ഥാനമായ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണിന് ഫെഡറൽ ബാങ്ക് ഓഹരി കൈമാറുന്നു. 9.99% ഓഹരികൾ കൈമാറി 6196.5 കോടി രൂപ സമാഹരിക്കും. മുൻഗണനാ ക്രമത്തിലുള്ള ഓഹരി വിൽപ്പനയാണ് നടത്തുകയെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ റിപ്പോർട്ടിൽ ഫെഡറൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഇതേ തുടർന്ന് ഫെഡറൽ ബാങ്കിന്റെ ഓഹരി വില ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ?
അതെ, ഫെഡറൽ ബാങ്കിന്റെ ഓഹരി വിലയിൽ കുതിച്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ആകെ വിപണി മൂല്യത്തിൽ തന്നെ സർവ്വ റെക്കോർഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. 9.99% ഓഹരികളാണ് വിൽക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായ ബ്ലാക്ക് സ്റ്റോണിനാണ് ഓഹരികൾ നൽകുന്നത്. ഇങ്ങനെ ഓഹരികൾ നൽകിക്കൊണ്ട് 6200 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 6196.5 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ എല്ലാം തന്നെ ഫെഡറൽ ബാങ്ക് വിവരം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ അറിയിച്ചതിനെ തുടർന്നാണ്, വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ഓഹരി വിപണിയിലൊക്കെ ഫെഡറൽ ബാങ്കിന്റെ ഓഹരിയിൽ പുതിയ ഉണർവ് ഉണ്ടായത്. ഈ മുൻഗണനാ ക്രമത്തിലുള്ള പ്രിഫറൻഷ്യൽ രീതിയിലുള്ള ഓഹരികളാണ് വിൽക്കുന്നത്. ഇങ്ങനെ മുൻഗണനാ ക്രമത്തിൽ യോഗ്യരായ നിക്ഷേപകർക്ക് ഓഹരികൾ നൽകുകയാണ്. ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി ആദ്യം ഈ ഓഹരി നൽകുന്നു. അവർ ആണ് ഈ ഓഹരികൾ മറ്റ് നിക്ഷേപകർക്കായി വിൽക്കുന്നത്. അതിനുവേണ്ടി ഇതിനുശേഷം ഈ 9.9% ഓഹരികളുടെ ഉടമകളായി ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി മാറുന്നു. അവരുടെ ഒരു ഡയറക്ടർ ബോർഡിൽ അത് അവരുടെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നു. അത്തരത്തിൽ കമ്പനിയുടെ ഉടമകളായി കൂടി അവർ മാറുകയും ആകെ കമ്പനിയുടെ വിപണി മൂല്യത്തിൽ ഒക്കെ വലിയ കുതിച്ചുചാട്ടം ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ മാറ്റത്തിന് ഇവർ തയ്യാറായിരിക്കുന്നത്. നിർണായകമായ ഇന്ത്യയിലെ ബാങ്കിംഗ് രംഗത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു തീരുമാനമാണ് കേരളം ആസ്ഥാനമായുള്ള ഫെഡറൽ ബാങ്ക് എടുത്തിരിക്കുന്നത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും സമ്മർദ്ദത്തിന് വഴങ്ങി കീഴടങ്ങാനാകില്ലെന്ന് പുടിൻ പറഞ്ഞു. US റഷ്യയിലെ 2 വലിയ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു പുടിന്റെ കടുത്ത പ്രതികരണം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ഇന്ത്യയോടും ചൈനയോടും പറഞ്ഞിട്ടും ഫലമുണ്ടാകാതായതോടെയാണ് US 2 വൻ റഷ്യൻ എണ്ണക്കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത്. 4 ലക്ഷം കോടിക്ക് മുകളിൽ ആസ്തിയുള്ള റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നീ കമ്പനികൾക്കാണ് വിലക്ക്. ഇതിലൂടെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാമെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം. അമേരിക്കയുടേത് ശത്രുതാപരമായ സമീപനമാണെന്നും കനത്ത തിരിച്ചടി നൽകാൻ റഷ്യയ്ക്ക് അറിയാമെന്നും പുടിൻ പറഞ്ഞു. അമേരിക്കയുടെ ഉപരോധം റഷ്യയെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ഉപരോധങ്ങൾ ലോക ഊർജ്ജ മേഖലയുടെ സന്തുലിതാവസ്ഥ തകർക്കുമെന്നും എണ്ണവില കൂടാൻ ഇടയാക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഉപരോധം നിലവിൽ വന്നതിന് പിന്നാലെ ഇന്ന് ആഗോള ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ചു. അതോടൊപ്പം ഡോളർ വില ഇടിയുകയും റൂബിളിന്റെ മൂല്യം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. US ഉപരോധം ഭാവിയിൽ ഇന്ത്യയെയും പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. റഷ്യൻ കമ്പനികളുമായി ഇന്ത്യ ഇതുവരെ ഡോളറിലാണ് വ്യാപാരം നടത്തിയിരുന്നത്. മുൻപ് അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഇന്ത്യ ഇറാൻ, വെനസ്വേല എന്നീ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് ചെയ്യുമെന്നത് നിർണായകമാണ്. വിഷയത്തിൽ ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, News 18. വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാനുള്ള ഇസ്രായേൽ ബില്ല് അപമാനകരമാണെന്ന് അമേരിക്ക. ഇതൊരു രാഷ്ട്രീയ നാടകമാണെങ്കിൽ വിഡ്ഢിത്തം നിറഞ്ഞ കളിയാണ്. സമാധാന ശ്രമങ്ങളെ വെല്ലുവിളിക്കുന്ന നീക്കമാണെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. I mean, what I would say to that is when I asked about it, somebody told me that it was a political stunt, that it had no practical significance. It was purely symbolic. I mean, look, if it was a political stunt, it was a very stupid political stunt, and I personally take some insult to it. The West Bank is not going to be annexed by Israel. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ്. The West Bank is, don't worry about the West Bank. Israel's not going to do anything with the West Bank, okay? Don't worry about it. Is that your question? They're not going to do anything with the West Bank. Don't worry about it. സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ സന്ദർശനം നടത്തുകയാണ്. ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇസ്രായേലിന് ബാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാണെന്നും 11 ജഡ്ജിമാരുടെ പാനൽ നിർദ്ദേശിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,500, പവന് 92,000 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,505, പവന് 76,040 രൂപ. വെള്ളി ഗ്രാമിന് 170, കിലോയ്ക്ക് 1,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.